സ്ക്രിപ്റ്റ് പോലും നോക്കാതെ സിനിമയിൽ അഭിനയിക്കുന്ന ധ്യാനിനു വേണ്ടി സാക്ഷാൽ SN സ്വാമി തന്നെ എഴുതി സംവിധാനം ചെയ്തു കൊടുത്ത ഒരു ബോംബായിരുന്നു സീക്രട്ട്. പേരുപോലെ തന്നെ പടം തിയേറ്ററിലും OTTയിലും ഇറങ്ങിയതുപോലും അധികമാരും അറിഞ്ഞിട്ടില്ല. എല്ലാം സീക്രട്ടായിരുന്നു. ഒരു സേതുരാമയ്യർ ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പടത്തിന്റെ തുടക്കത്തിൽ ധ്യാൻ ശ്രീനിവാസനും തലമുടി നരച്ച ഒരുത്തനും ഡാഡാ പടത്തിലെ നായികയും കൂടി തമിഴ്നാട്ടിലൂടെ കുറെ ഇളനീര് കുടിക്കുന്നു, കുറെ കാർ ഓടിക്കുന്നു, കാറിന്റെ പുറകെ ഓടുന്നു. അങ്ങനെ അവർ ഓടി ഹൃദയം പടത്തിലെ സെൽവയുടെ കല്യാണത്തിന് പോകും. പിന്നെ ഇവരെല്ലാവരും കൂടി അവിടുത്തെ ഒരു നാഡീ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നു. ഈ നാഡീ ജ്യോത്സ്യൻ്റെ അടുത്ത് തല വെച്ച് കൊടുക്കുന്നു. തലയല്ല, തള്ളവരൽ പിന്നെ ഒപ്പും വെച്ച് കൊടുക്കുന്നു. നാഡീ ജ്യോത്സ്യം അപ്പം തന്നെ പറയും ധ്യാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ മരിച്ചു പോകുമെന്ന്. ഇനി ഇതും വിശ്വസിച്ച് ഇവൻ കാട്ടിക്കുട്ടുന്നതാണ് ഈ പടം മുഴുവൻ. അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഫ്ലാഷ് ബാക്കും. ധ്യാൻ ശ്രീനിവാസൻ ഒരു ഫാർമസിസ്റ്റാണ്, ശരിക്കുമല്ല ഈ പടത്തിൽ. അങ്ങനെ ധ്യാനിൻ്റെ ഫാമിലി ഇവൻ്റെ തലയിൽ ഒരുവിധം കെട്ടിവെക്കുന്ന രീതിയിൽ ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിക്കുന്നു. അതിനിടയിൽ കൂടി ഇവനെ വിളിച്ചും കയറ്റി വേറൊരു കാര്യം പറയും. അതായത് ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ കൂടി വേറൊരു ഫ്ലാഷ് ബാക്ക്. ഇവളെ പണ്ടൊരുത്തൻ ഇതുപോലെ പെണ്ണൊക്കെ കണ്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു. അതിനുശേഷം ഇവളെ ഒരു ദിവസം വിളിച്ചും കയറ്റി തേച്ചിട്ട് പോകുന്നു. എന്തൊക്കെയോ വായി തോന്നിയത് അവൻ ഇവളോട് പറയുന്നു. ആ തേപ്പുകാരൻ ആരാണെന്ന് വെച്ചാൽ സാക്ഷാൽ മണിക്കുട്ടൻ. ബിഗ് ബോസിൽ വിന്നർ ആയതിനു ശേഷവും മൂപ്പർക്ക് വലിയ മാറ്റമൊന്നുമില്ല. സിനിമയിൽ സെയിം റോൾസ് ഒക്കെ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. ബ്ലഡി നെപ്പോട്ടിസം. പിന്നെ പടം മൊത്തത്തിൽ ഒരു സീരിയൽ വൈബാണ്. ഞാൻ തന്നെ ഏകദേശം ഒരാഴ്ച എടുത്തിട്ട് 7 എപ്പിസോഡായിട്ടാണ് ഈ പടം മൊത്തത്തിൽ കണ്ടു തീർത്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത് ആലോചിച്ച് ഇവരെല്ലാവരും കൂടി ഒരു പ്രശ്ന പരിഹാരകൻ്റെ അടുത്തെത്തുന്നു. ഇയാളാണ് ഈ പ്രശ്ന പരിഹാരകൻ. ഇയാളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് സ്റ്റോറി എടുത്ത് അതിങ്ങനെ ഓരോ പ്രശ്നത്തിൽ കുടുങ്ങി ഇയാളുടെ അടുത്തെത്തുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയും. ഈ ആണിമാസത്തിൽ പൊതുവേ കച്ചവടം കുറവായിരിക്കും. അങ്ങനെ ഈ കച്ചവടക്കാരെ ആടിയെ പഴിച്ചും കരഞ്ഞും ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം മാറി ചിന്തിച്ചു. അയാൾ എന്ത് ചെയ്തു? കടയുടെ മുന്നിൽ പുതിയൊരു ബോർഡ് തൂക്കി. ആടി ഡിസ്കൗണ്ട് സെയിൽ, കർക്കിടക തള്ളുപടി, കർക്കിടക കിഴിവ്, കർക്കിടക സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അങ്ങനെ ആകെ ടേൺ ഓവറിന്റെ 25% ഇപ്പൊ കർക്കിടകമായി. ഞാൻ ആലോചിക്കുന്നത് ഇവരൊന്നും മിനിമം വാട്സപ്പ് പോലും വായിക്കാറില്ല എന്നാണ്. അതും പോട്ടെ, മിനിമം ഒരു ബാലരമ അതുമില്ല, ഒന്നുമില്ല. അതിലൊക്കെ ഇയാൾ ഈ പറയുന്നതിനേക്കാൾ നല്ല മോട്ടിവേഷൻ സ്റ്റോറീസ് ഉണ്ടാവും. അങ്ങനെ ധ്യാൻ ഇയാളുടെ എടുത്തുന്ന സമയത്ത് ഇയാൾ പറയും ഇയാൾ പണ്ടത്തെ അക്ബറിൻ്റെയും ബീർബലിൻ്റെയും ഒക്കെ കഥ പറയാൻ തുടങ്ങും. ഇവിടെ ഒരുത്ത ലൈഫ് തന്നെ പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇയാൾ പണ്ടത്തെ അക്ബറിൻ്റെ ഒക്കെ കഥ പറയുന്നത്. ഒടുക്കം ഇയാൾ പറഞ്ഞു ചിന്തിച്ചും ഒരു പരിഹാരം എത്തും. എന്താ പരിഹാരം എന്ന് വെച്ചാൽ ഇവൻ മരിക്കാൻ പോകുന്ന 3 ആളുകളുടെ ജീവൻ രക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന് ഈ പെൺകുട്ടിയെ ജീവനോടുകൂടി തന്നെ കിട്ടുമെന്ന്, കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. ഇതും കേട്ടിട്ട് ഈ പൊട്ടൻ മറൈൻ ഡ്രൈവിൽ പോയിട്ട് അവിടെ വേമ്പനാട്ട് കായലിലേക്ക് ചാടിയ ഒരുത്തനെ രക്ഷിക്കാൻ എടുത്ത് ചാടും. ഒരുത്തനെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീന്താൻ അറിയണം, അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ ഡെഡ് ബോഡി ആയിട്ട് മാറും. അങ്ങനെ രക്ഷിക്കാൻ ചാടിയ ഇവനെ രക്ഷിക്കാൻ ആദ്യം ചാടിയവൻ തന്നെ വേണ്ടി വന്നു. അതൊരു സിനിമാ ഷൂട്ടിംഗ് ആയിരുന്നു. അങ്ങനെ ആ പരിപാടിയും പാളി. ഇവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്തായാലും അവൻ വിട്ടില്ല. അടുത്തത് ഒരു കാമുകൻ കുത്തിക്കൊല്ലാൻ പുറപ്പെട്ട ഡോക്ടറെ പോയിട്ട് ഇവൻ രക്ഷിക്കും. പിന്നെയും ഇവൻ സെൽവന്റെ അടുത്തേക്ക് തന്നെ പോകും. അവനാണെങ്കിൽ മനുഷ്യന് മനസ്സിലാവാത്ത എന്തൊക്കെയോ സിങ്ക്രണൈസേഷനോ അങ്ങനെ എന്തൊക്കെയോ ഇവനോട് പറയുന്നത്. നമ്മളിപ്പോ അതിനെ നിമിത്തശാസ്ത്രം അല്ലെങ്കിൽ വെളിപാട്, കിസ്മത്ത്, ഹീബ്രുവിൽ ഇതിനെ തൗ അലഫ് മിയൻ എന്നാണ് പറയുന്നത്. ബേസിക്കലി ഇതിനെക്കുറിച്ച് എല്ലാ റിലീജിയനും ഉണ്ട്. പക്ഷേ സിങ്ക്രോണിസിറ്റി ഇസ് സയന്റിഫിക്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എനി റിലീജിയൻ. ഇൻഫാക്ട് DNA റിസർച്ച് പുരോഗമിക്കുമ്പോൾ നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും, ഉപയോഗപ്രദമാകും എന്നൊക്കെയാണ് CGM പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ആ തല നരച്ച ഒരുത്തൻ ഇവനൊരു ക്യാമറാമാനാണ്, സിനിമയിലൊക്കെ ക്യാമറാമാനാണ്. മോഹൻലാൽ ചക്ക പഴുത്തിട്ട് താഴെ വീകുന്നതിന് മുന്നേ അവിടുന്ന് മാറിയ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരു ദിവസം ലൊക്കേഷനിൽ സാർ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് മാറിയതും പ്ലാവിൽ നിന്ന് ഒരു വലിയ ചക്ക സാറിന്റെ കസേരയിൽ വന്ന് വീണ് കസേര തകർന്ന് തരിപ്പണമായി. മാറിയില്ലായിരുന്നെങ്കിൽ ചക്ക പഴുക്കുന്നതിന്റെ നല്ല മണം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ വല്ല കിളിയൊക്കെ വന്ന് കുത്തുന്നുണ്ടെങ്കിൽ അത് കാണുന്ന ആർക്കും മനസ്സിലാവും. അങ്ങനെ അയാൾ നമ്മുടെ ലാലേട്ടൻ അവിടുന്ന് മാറി കുത്തുന്നതായിരിക്കും. അതിനിങ്ങനെ വല്ലാണ്ട് തള്ളേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഓരോരുത്തർ തള്ളിയാണ് ആ മനുഷ്യൻ എന്നൊരു മൂലകലേക്ക് ആക്കിയത്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പടം ഇതുവരെ ഒച്ച എഴയുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ ഇനി ഏതാണ്ട് ഒരു അമീബയൊക്കെ എഴയുന്ന സ്പീഡിലാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തിൻ്റെയും കാലേഷിനെയും ഒക്കെ കൊണ്ടുവന്ന് കയറ്റി ഒരുപാട് ഫിലോസഫി കട്ടിപ്പിച്ച് നല്ലോണം വെറുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി ഞാൻ അങ്ങനെ വിശദീകരിച്ച്
പറയുന്നില്ല. എനിക്കതിന് ത്രാണിയില്ല. എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ്, സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ബാക്കി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വൺ ലൈനായിട്ട് പറഞ്ഞുതരാം. ഇവൻ ബാക്കിയുള്ള രണ്ടാൾക്കാരും കൂടി ഇവൻ രക്ഷിക്കും. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇവൻ രക്ഷിക്കും. അങ്ങനെ ഇവൻ ആ പെൺകുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നടക്കുന്നൊന്നും പറയാൻ കൊള്ളൂല. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പടമൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് തെളിവായിട്ട് സ്വാമി കുറേ ഏതൊക്കെയോ വാട്സപ്പ് സ്റ്റോറിയൊക്കെ പിന്നെയും കൊണ്ടുവന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എനിക്കെന്തായാലും ബഹുമാനപ്പെട്ട എസ് എൻ സ്വാമിയോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. താങ്കൾ എഴുതിയിട്ടുള്ള CBI ഡയറിക്കുറും ആഗസ്റ്റ് 1 20-ാം നൂറ്റാണ്ട് കളിക്കളവും ഒക്കെ അടിപൊളി സിനിമകളാണ്. ആ പേര് നശിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലുള്ള തല്ലിപ്പൊളി സിനിമകളൊന്നും താങ്കൾ ഇനി ദയവ് ചെയ്ത് എടുക്കരുത്, പ്ലീസ്.